നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. അങ്ങനെ പശ്ചിമേഷ്യയിലെ നമ്മുടെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അത് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോഴും അതിനൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് കെൽപ്പുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആ ഒരു ധാരണയായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഏതായാലും ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഈ ഒരു ആക്രമണം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ രാജ്യങ്ങൾ അത് പ്രതിരോധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നും വന്ന വാർത്ത സൗദിയിലടക്കം വ്യോമാക്രമണം നടത്തിയപ്പോൾ അവിടെ ഒരു ഒരു ബംഗ്ലാദേശുകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇന്ത്യക്കാരനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റുന്ന ഒരു അവസ്ഥയും കൂടെ അവിടെയുണ്ട്. അപ്പോൾ എപ്പോഴും അവിടെ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ രാജ്യം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്തിനാണ് ഇറാൻ ഈ ഒരു ശത്രുക്കളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം ഉണ്ടാക്കാനല്ല, അവർക്ക് അവരുടെ രാജ്യത്ത് നിലനിൽപ്പാണ്. അപ്പൊ അവർക്കറിയാം തങ്ങൾക്ക് അമേരിക്കയിലേക്ക് അടിക്കാനുള്ള ഒരു മിസൈൽ അവർക്കില്ല. ഒരു പക്ഷേ അമേരിക്കയുടെ ആധുനിക മിസൈൽ പോലെ 13,000 കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കുന്ന മിനിറ്റ്സ് മാൻ ഉള്ള മിസൈലുകളൊന്നും അവർക്കില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ക്രൈസിസ് സൃഷ്ടിക്കുക. ക്രൈസിസ് സൃഷ്ടിക്കണമെങ്കിൽ ഇസ്രായേലില് അവര് മിസൈല് ഒരുതര വിടുന്നുണ്ട്. ആ മിസൈലുകളെല്ലാം അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പാട്രിയോട്ട്, അവരുടെ അയൺ ഡോം വഴി അവരത് ഏതാണ്ട് 99% ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവര് 100 എണ്ണം ഒന്നിച്ചയച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം പകുതിയൊക്കെ തട്ടി അവിടെയൊക്കെ അടുത്തും വീണെന്നിരിക്കാം. അത് തീപിടുത്തമൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ, കാരണം താഴെ തകർത്തിട്ടാണ് താഴെ വീഴുന്നത്. അപ്പൊ വലിയ കുഴപ്പങ്ങളില്ലാതെ അവർക്ക് പോകാൻ കഴിയുന്നുണ്ട്. തീപിടുത്തമോ അല്ലെങ്കിൽ ചെറിയ കെട്ടിടത്തിന് നാശനഷ്ടമൊക്കെ ആയിട്ട് അവരതിനെ ഒതുക്കുന്നുണ്ട്. അതേസമയം ആ ഫുൾ മിസൈൽ അവിടെ വീണിരുന്നെങ്കിൽ ഗുരുതരമായ നാശനഷ്ടം അവിടെ സംഭവിച്ചേനെ. അത് സംഭവിക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് അവർക്ക് അടിക്കാനുള്ള ഉപകരണവും അവരുടെ കയ്യിലില്ല. ഒരു മിസൈൽ അവരുടെ കയ്യിലില്ല. അത്രയും ദൂരം പോയി അമേരിക്കയിൽ വീഴുന്ന ഒരു മിസൈൽ. അത് മാത്രമല്ല, അമേരിക്കയിലേക്ക് അയച്ചാലും കാര്യമില്ല. അവിടെ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ സംവിധാനമുണ്ട്. അപ്പോഴേ തട്ടി തെറിപ്പിച്ച് കളയും. അപ്പോ പിന്നെ അവർക്ക് അടിക്കാവുന്ന ആരെയാണ്? അയൽ രാഷ്ട്രങ്ങളെയാണ്. അയൽ രാഷ്ട്രങ്ങളെ അടിക്കുന്നതിന് കാരണം പറയുന്നത് അവിടെയെല്ലാം US-ന്റെ ബേസ് ഉണ്ട്. എന്നാൽ US-ന്റെ ബേസിലേക്കാണോ അടിക്കുന്നത്? അല്ല. അവരുടെ പല കൊമേഴ്ഷ്യൽ സെന്ററിലേക്ക്, അവരുടെ എണ്ണ ഫാക്ടറികളിലേക്ക് ഒക്കെയാണ് അവര്, ഓയിൽ റിഫൈനറികളിലേക്ക് ലക്ഷ്യമാക്കിയാണ് അവർ പലതും സേവിക്കുന്നത്. എന്തായാലും അവിടെയും അമേരിക്ക തന്നെ ഇവരുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പലയിടത്തും വെച്ചിട്ടുണ്ട്. പാട്രിയാറ്റ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവരത് ഡ്രോണുകളെയും ഇതെല്ലാം തകർക്കുന്നുണ്ട്. ഇതിന് പുറമെ അമേരിക്കയും ഇറാനും ചേർന്ന്, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ലോഞ്ച് പാഡുകൾ എല്ലാം അയക്കുന്നതിന്, ഇപ്പൊ ഡ്രോൺ ആയാലും അയക്കുന്നതിന് ലോഞ്ച് പാഡുകൾ വേണം. ഈ ലോഞ്ച് പാഡുകൾ ഏതാണ്ട് നല്ലൊരു ശതമാനം തകർത്തിട്ടുണ്ട്. എന്നിട്ടും അവരിത് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ ഭൂപ്രകൃതി ഏതാണ്ട് 50-60% മലനിരകളാണ്. ഇതെല്ലാം പാറക്കെട്ടുകൾ ചേർന്ന മലനിരകളാണ്. ഇതിന്റെ അടിയിൽ ഗുഹകൾ ഉണ്ടാക്കി അവിടെയാണ് ഈ മിസൈലും ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് മൊബൈൽ ആയിട്ടുള്ള ലോഞ്ച് പാഡുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്നടത്താണ്, ഇന്ന കാട്ടിലിരുന്നാണ് അല്ലെങ്കിൽ പാറയുടെ അടുത്തിരുന്നാണ് അടിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർ അവിടേക്ക് മിസൈലുകൾ അയക്കും. ആയാലും അയക്കുന്നുണ്ട്. പക്ഷെ അത് തകർത്തു എന്ന് അവർ വിചാരിക്കുന്നത് പലതും തകർത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആക്രമണത്തിൽ നിന്ന് കാണിക്കുന്നത്. വീണ്ടും ഈ മൊബൈൽ ലോഞ്ച് പാഡുകൾ എവിടെയൊക്കെയോ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ആക്രമണം. പക്ഷെ ആക്രമണത്തിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടും അവർ തുടരുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേറെ യാതൊന്നുമില്ല പ്രശ്ന, ഞങ്ങളിപ്പോ നിങ്ങളെ ശക്തിപ്പെടുത്തിയാല് നിങ്ങളെങ്കിലും പറഞ്ഞ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്, ഞങ്ങളുടെ സർവൈവലിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അവർ ഈ മിസൈൽ അയക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രതിസന്ധി പരിഹരിക്കാൻ നാട് മുഴുവൻ നടന്ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന് അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ പ്രവർത്തി മനസ്സിലാക്കുന്നത്.
വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇസ്രായേൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണം, അവിടെ ഭരണമാറ്റം ഉണ്ടാകണമെന്നില്ല. ചൈന പറഞ്ഞിട്ടുണ്ട് ഭരണമാറ്റം ശ്രമിക്കരുത്, ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചൈനയ്ക്ക് അമേരിക്കയുടെ നേതൃത്വമുള്ള അല്ലെങ്കിൽ അമേരിക്ക അടുത്ത് വരുന്ന തങ്ങളുടെ അതിർത്തി ഒരു സംവിധാനം ഉണ്ടാകുന്നത് ചൈനയ്ക്ക് ഭയമാണ്, എതിർപ്പാണ്. അതുകൊണ്ട് ചൈന അതിനകത്ത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ചൈനയും ഇതിനകത്ത് പെട്ടെന്നൊരു അറ്റാക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചൈനയുടെയും തന്ത്രം പലപ്പോഴും യുദ്ധമല്ല, യുദ്ധത്തിൽ പങ്കെടുക്കലല്ല, മറ്റുള്ളവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കലാണ് ചൈനയുടെ പരിപാടി. കൈ നനയാതെ പങ്കെടുക്കുക നമ്മൾ പറയുള്ളൂ. അതാണ് ചൈനയും ചെയ്യിപ്പിക്കുന്ന നയം. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായി വരണമെങ്കിൽ ഒന്നുകിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനുള്ള കഴിവ്, അല്ലാണ്ട് അത് കുറെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്, എന്നാലും പൂർണ്ണമായി നശിപ്പിക്കില്ല. മൊബൈൽ പോർട്ടബിൾ പാഡുകൾ അവർ ഇപ്പോഴും ഗുഹയ്ക്കകത്തോ മലനിരയുടെ ഇടയ്ക്ക് ഇപ്പൊ ബോംബ് വർഷിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നൂറുകണക്കിന്, ചില ദിവസങ്ങളൊക്കെ ആയിരക്കണക്കിനാണ് മിസൈലുകൾ വർഷിക്കുന്നത്. എന്നിട്ടും അവരെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ളതിന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അവര് സ്വീകരിക്കുന്ന ഒളിപ്പോർ തന്ത്രങ്ങൾ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനെ പൂർണ്ണമായും കീഴടക്കി കൊണ്ടുവരിക ലാൻഡ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇടപെടണം. മറ്റു രാഷ്ട്രങ്ങൾ ഇടപെടാൻ സൗകര്യമില്ല. ഇപ്പം മറ്റു രാഷ്ട്രങ്ങൾ USA, ഇസ്രായേൽ അവര് ഇവരോടൊപ്പം നിൽക്കുന്നവരാണ് നാറ്റോ രാഷ്ട്രങ്ങൾ. ഇപ്പൊ നാറ്റോ രാഷ്ട്രങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട് യുദ്ധം വേണ്ടായിരുന്നു, അനാവശ്യമാണെന്നൊക്കെ പറയുന്നെങ്കിലും അവർക്കും ഈ നാറ്റോ സഖ്യത്തിൽ കക്ഷികളോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവരുടെ കരാർ. യൂറോപ്യൻ രാഷ്ട്രങ്ങളൊന്നും ഇതിന് ഡയറക്റ്റ് ആയിട്ട് പ്രതിഷേധത്തിന് വരില്ല. ചിലപ്പം കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് ഞാനെ പൂർണ്ണമായി ഒതുക്കാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെ വന്നാൽ എത്ര ദിവസം പോകുമെന്നുള്ളത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ മാറി നിൽക്കാവുന്ന, പിന്നെ ആക്രമിക്കാവുന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റഷ്യയാണ്. റഷ്യ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർ സാമ്പത്തികമായി വളരെ തകർന്നു. ഉക്രൈൻ വാറിനോട് അനുബന്ധിച്ച് അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ്. അവരുടെ 2022 മുതൽ നടക്കുന്ന യുദ്ധമാണ്. ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇത്രയും തീർന്നിട്ട് അവര് 3-4 വർഷമായിട്ട് സാമ്പത്തികമായി വളരെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ എണ്ണ ഇന്ത്യയിലെ വിൽക്കാനായിട്ട് എത്ര വില കുറച്ച് വേണം നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതൊക്കെ അതുകൊണ്ടാണ്. ആ എണ്ണയെങ്കിലും വിൽക്കാണ് അവരിപ്പം അവരുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റഷ്യക്ക് ഒരു യുദ്ധം നടത്താനുള്ള താല്പര്യമില്ല. അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഏതാണ്ട് അതിർത്തി പങ്കിടുന്ന പോലെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രദേശമാണ് റഷ്യയും അമേരിക്കയും. അവർക്ക് വേണമെങ്കിൽ മിസൈൽ ആക്രമണത്തിന് ഒരു ഭീഷണിയും ഒക്കെ മുഴക്കാവുന്നതാണ്. പക്ഷെ അവരും അതിന് തയ്യാറല്ല. അതൊക്കെ വലിയ ലോകമഹായുദ്ധങ്ങളിലേക്ക് പോകുമെന്ന് അവർക്കും അറിയാം. അത് താങ്ങാനുള്ള കൽപ്പൊന്നും റഷ്യക്കില്ല. പിന്നെ ചൈനയാണുള്ളത്. ചൈനയ്ക്ക് കൽപ്പുണ്ട്, പക്ഷെ അവരതിന് ഉള്ളവരെ എങ്ങനെ വലുതാകാമെന്ന് ചിന്തിക്കുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാറിപ്പോലും അവര് നേരിട്ടിടപെടില്ല. ആയുധം വേണോ തരാം, നിങ്ങളുടെ നല്ലതും തരും, ഇടയ്ക്ക് 7-ാം കൂലി ആയുധം തരും, അത് വിറ്റ് കാശാക്കുക. ആയുധങ്ങൾ വിറ്റ് അവര് യുദ്ധത്തിന്റെ ഗുണം അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെയും അവര് ഭീഷണിയൊക്കെ ഉയർത്തും. അവര് ചൈനീസ് പട്ടാളത്തിന് നേരിട്ടിറക്കുമോ അല്ലെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറാവില്ല. പിന്നെ ഇറാന് ചിലപ്പോൾ ആയുധങ്ങളൊക്കെ കൊടുക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടു വരാം. പക്ഷെ അതുപോലും വലിയ സംഘർഷത്തിലേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. പക്ഷെ അമേരിക്കയ്ക്ക് ഒരു താക്കീത് കൊടുക്കാനെങ്കിലും ചൈനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. ലോകത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. ഇന്ത്യക്കാണെങ്കിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 1 കോടി ജനങ്ങൾ മധ്യേഷ്യയിൽ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഇറാന്റെ സൈഡ് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനത വെള്ളത്തിലാവും. മറ്റൊന്ന്, മധ്യേഷ്യക്ക് വേണ്ടി മാത്രം നിന്നാൽ ഇറാൻ നമ്മളോട് പ്രതിസന്ധിയിലാവും. ഇറാനിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണയും മറ്റും കിട്ടുന്നത്. പിന്നെ നമ്മുടെ പോർട്ടടക്കമുള്ള പദ്ധതികൾ, നമ്മള് 5000 ബില്യന്റെ പദ്ധതികളൊക്കെ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് മാറി വേറൊരു ഗവൺമെന്റ് നാളെ വന്നാലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഗവൺമെന്റ് തന്നെ വീണ്ടും വന്നാലും ഒക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെയും ഇവിടെയും ഇല്ലാത്ത നിലപാട് എടുക്കാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ മൗനമായിട്ടും അർത്ഥപരമായിട്ടും എന്നാൽ കൊണ്ടും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ ആരാണ് യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുക? ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രംപ് മടുക്കണം. ട്രംപിന് ഈ യുദ്ധം അധിക നാൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. ഒരു മാസത്തിൽ കൂടുതൽ ഈ യുദ്ധം കൊണ്ടുപോയാൽ അമേരിക്കയ്ക്കും സാമ്പത്തികമായി ഒരുപാട് നഷ്ടം വരും. അത് അമേരിക്ക മനസ്സിലാക്കുന്നത്. നമ്മൾ അറിയാം, $20,000 $10,000 പിന്നെ ഡ്രോണുകളാണ് ഇവരിപ്പോ സൗദിയിലേക്കും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങളിലേക്കും അയക്കുന്നത്, ഖത്തറിലേക്കും അയക്കുന്നത്. അത് തടുക്കാനായിട്ട് അതിന്റെ 200 ഇരട്ടി വിലയുള്ള ഇന്റർസെപ്റ്റേഴ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്, മിസൈലുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് എത്ര നാൾ അപ്പൊ 1:200%. $1 ഇവിടെ മുടക്കുമ്പോൾ $200 മുടക്കിയാണ് അതിനെ തടുക്കുന്നത്. ഇതിങ്ങനെ എത്ര നാൾ അമേരിക്ക കൊണ്ടുപോകാൻ കഴിയും? എത്ര നാൾ ഇങ്ങനെ മറ്റു രാഷ്ട്രങ്ങൾ കൊണ്ടുപോകാൻ കഴിയും? അവിടെ ഒരു സമവായത്തിന് സമീപിക്കുക എന്നുള്ളതാണ് ഇറാൻ ഉദ്ദേശിക്കുന്ന തന്ത്രം. അങ്ങനെ ഞങ്ങള് 1:100 വെച്ച് ഈ റോക്കറ്റുകൾ ഇങ്ങനെ ഡ്രോണുകളൊക്കെ വിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കുറച്ച് കാശും നിങ്ങളുടെ ഒത്തിരി കാശും പോകില്ല എന്ന് അവരെ സൂചിപ്പിക്കുന്നതാണ് ഈ യുദ്ധത്തിന്റെ വേറൊരു സ്ട്രാറ്റജി. എല്ലാം പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. പശ്ചിമേഷ്യ വളരെയധികം അഭിവൃദ്ധിപ്പെട്ടു വന്ന ഒരു രാഷ്ട്രമാണ്. അറിയാൻ ലോകത്തെ ഇരുളടഞ്ഞ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ആഫ്രിക്കയായിരുന്നു. ആഫ്രിക്ക പോലെ തന്നെയായിരുന്നു ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രം, അറേബ്യൻ രാഷ്ട്രം. എണ്ണ വന്നതോടുകൂടി അവരെല്ലാം ഫ്ലറിഷ്ഡായി. അവിടെ മുഴുവൻ മരുഭൂമി നമ്മള് മലർവാടിയാക്കി എന്ന് പറയുന്നത് പറയാം. അങ്ങനെ അവര് അഭിവൃദ്ധി പ്രാപിച്ച് വന്ന സമയത്താണ് കുഞ്ഞിന്മേൽ ഈ ഒരു യുദ്ധവും കൂടെ വന്ന് ഇതിൽ നിന്ന് അവര് മുക്തമായില്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ്, ഇസ്രായേലിനും ഇറാനും പ്രശ്നമാണ്, അമേരിക്കയ്ക്കും പ്രശ്നമാണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് വെച്ചിട്ട് അത് അമേരിക്കയുടെ ഒരു അന്തർവാഹിനി അത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 87ഓളം നാവികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം നമ്മുടെ ഇന്ത്യ അവർക്കിവിടെ അഭയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇറാൻ്റെ യുദ്ധക്കപ്പൽ നമ്മുടെ കൊച്ചിയിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചില തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണം ഇവിടെ ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ അടുത്തതുകൊണ്ട് കൂടി തന്നെ ഇങ്ങോട്ടൊരു ആക്രമണം, നമ്മുടെ ഇന്ത്യയിലോട്ടൊരു ആക്രമണം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ, ഒരു വിഭാഗം തെറ്റിദ്ധാരണ പരത്തുന്ന ചില കമൻറ്റുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ? ഒരിക്കലും ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലോ ആക്രമിക്കുന്ന പ്രശ്നമേ ഒരുക്കുന്നില്ല. കാരണം ഈ യുദ്ധത്തിന് മുമ്പായിട്ട് നെതന്യാഹു നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട്. ആ ചർച്ചയിൽ യുദ്ധം പൂർണ്ണമായും പരാമർശിക്കപ്പെട്ടില്ലെങ്കിലും തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് ഇറാൻ നിൽക്കുന്നു, അത് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ ഒരു മൗനസമ്മതമെങ്കിലും കാര്യത്തിൽ വാങ്ങിയിരിക്കും എന്നാണ് പൊതുവെ ലോകം വിലയിരുത്തുന്നത്. അതിനുശേഷം ഒരു ആക്രമണത്തിന് മുതിരില്ല. മുതിർന്നാൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. ആവശ്യമില്ലാതെ ഇപ്പൊ ഇറാൻ തന്റെ അയൽ രാഷ്ട്രങ്ങളെ മുഴുവൻ ശത്രുവാക്കിയതുപോലെ ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിനെയും അവർ ശത്രുതയിലാക്കുന്ന അവർക്ക് ഗുണം ചെയ്യാൻ വഴിയില്ല. വീണ്ടും ഇന്ത്യ, റഷ്യ, ചൈന പോലുള്ള ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും അമേരിക്ക താല്പര്യം കാണിക്കില്ല. ഇന്ത്യ അതിൽ നിന്ന് ഒരല്പം പിന്മാറിയത് ഭാഗ്യം, നല്ലത് എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ അമേരിക്ക ഇരിക്കുന്നത്. ട്രംപ് ഇതൊന്നും സമ്മതിക്കില്ലെങ്കിലും അമേരിക്കൻ ഭരണകൂടത്തിന് നല്ലപോലെ അറിയാം ഇന്ത്യ ആ ഒരു സഖ്യത്തിൽ നിന്ന് ഭാഗികമായെങ്കിലും ഒന്ന് വിട്ടു നിൽക്കുന്നത്, റഷ്യ, ചൈന കൂട്ടുകെട്ടിൽ നിന്ന് ഭാഗികമായെങ്കിലും വിട്ടു നിൽക്കുന്നത് അവർക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും അവരത് കളയാറ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഇന്ത്യയിൽ എന്തായാലും ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു സംഗതി നടക്കാൻ ഒരു വിധത്തിലും സാധ്യതയില്ല. അവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നിട്ടാണ് അവിടെ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് TV ചാനലിന്റെ
റിപ്പോർട്ടേഴ്സും ക്യാമറമാനും എന്തോ അവിടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവരെ പിടിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കാര്യം ശരിയാണ്, മാധ്യമങ്ങൾ വാർത്തകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയേറെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ പോയിട്ട് ആ ഒരു യുദ്ധക്കപ്പലിൻ്റെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് പകർത്തി അത് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും പോലീസ് അവിടെ പോലീസ് സംവിധാനങ്ങൾ സുരക്ഷയുണ്ടാകുമെന്ന് അറിയാതെ പിടിച്ചു. അവരെ നേരിട്ട് കോടതിയിലാണ് ഹാജരാക്കുന്നത് എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മള് ഇറാനെ സംരക്ഷിക്കുന്നു, ഇറാനെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുന്നു എന്ന് ടി വി മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ പോലും അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അറിയുന്നത് മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ ഒരു കോടി വരുന്ന ജനതയ്ക്ക് നല്ലതല്ല, അവരുടെ ഭാവിയെ അത് ബാധിക്കും. നമ്മളിവിടെ ഇറാനിയൻ കപ്പലിനെ സംരക്ഷിക്കുന്നു, ഇറാനുകാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ നമ്മുടെ മുഴുവൻ ജനതയ്ക്കും അത് ദോഷമായിട്ടേ വരുള്ളൂ. ഇന്ന് മധ്യേഷ്യയിലെ നമ്മുടെ കൂടെ ജനത 1 കോടി ജനങ്ങളെ സംരക്ഷിക്കാനാണ് അവരുടെ പണം ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1:200 എന്ന റേഷ്യോയിൽ ഇന്റർസെപ്റ്റേഴ്സ് ഉപയോഗിച്ച് അവരുടെ രാജ്യത്തെയാണ് സംരക്ഷിക്കുന്നതെങ്കിലും ഒപ്പം നമ്മുടെ ജനതയും അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. ഒരു ബംഗ്ലാദേശി മരിച്ചു, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി മരിച്ചു, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി അവര് രക്ഷിച്ചത് എത്ര പേരെയാണ്? 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെയാണ് അവർ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മിസൈലുകളെല്ലാം ബാറ്ററിയോട്ടൊക്കെ ഈ ഡ്രോണുകളൊക്കെ അവിടെ പതിച്ചിരുന്നെങ്കിൽ 10,000-കണക്കിന് ഇന്ത്യക്കാർക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ നമ്മളെ സംരക്ഷിച്ച രാഷ്ട്രങ്ങളാണ് UAE പോലുള്ള സൗദി GCC രാഷ്ട്രങ്ങൾ. ആ രാഷ്ട്രങ്ങളോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റി വന്ന ഒരു ഇറാനിയൻ കപ്പൽ ഇവിടെ തീരത്തടുപ്പിച്ചു, അതിന് സംരക്ഷണം കൊടുത്തു എന്നുള്ളത് നമ്മുടെ TV തന്നെ ഹൈലൈറ്റ് ചെയ്തത് നമുക്കത് ദോഷകരമാകും എന്നുള്ളതുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള നിലപാടുകൾ. നമ്മുടെ പത്രമാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരം യുദ്ധസമയങ്ങളിൽ വലിയ പാൻഡമിക് വരുന്ന സമയങ്ങളിലൊക്കെ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. സാർ, മറ്റൊരു ആശങ്ക, ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു ആഗോള വ്യാപാര കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലെടുക്കാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ അടക്കി അവിടെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, എണ്ണവില കുത്തനെ ഉയരുമ്പോൾ നമ്മുടെ രാജ്യത്തും ഈ പറയുന്ന പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയരുകയും വലിയൊരു പ്രതിസന്ധി കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുമെന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും നമുക്കുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ കേന്ദ്രം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് പ്രതിസന്ധിയില്ല. അടുത്ത 1 മാസത്തേക്ക് നമുക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാവാൻ കഴിയില്ല, സാധ്യതയില്ല. 1 മാസത്തിനകം ഈ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് വേണ്ടത്. കാരണം ഇത് നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ പ്രതിസന്ധിയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് പ്രതിസന്ധിയാണ്, GCC രാഷ്ട്രങ്ങൾക്ക് പ്രതിസന്ധിയാണ്, വേറൊരു വിധത്തിൽ അമേരിക്കയ്ക്കും പ്രതിസന്ധിയാണ്. കാരണം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അവരുടെ സാമ്പത്തികമൊന്നും അത്ര ഭദ്രമല്ല. സാമ്പത്തികം അമേരിക്ക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ രാഷ്ട്രങ്ങളിലെ എല്ലാം ആക്രമിക്കുന്നത്. വെനിസ്വേലയെ ആക്രമിച്ചു, അവിടുന്ന് എണ്ണ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇറാന്റെ തീവ്രവാദം പറയുമ്പോഴും അത് അവിടെ ഒരു പാവ സർക്കാരിനെ എങ്കിലും സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ എണ്ണ പണ്ട് 2ാം ലോകമഹായുദ്ധ കാലത്തിന് ശേഷം അമേരിക്ക കിട്ടിയിരുന്ന പോലെ ഇപ്പോഴും കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയണമെങ്കിൽ അവരുടെ സാമ്പത്തികം മെച്ചപ്പെടണം. അവരുടെ സാമ്പത്തികം മെച്ചപ്പെടണമെങ്കിൽ പണ്ടത്തെ കൂട്ട് ആയുധം വെച്ച് കാശാക്കാൻ പറ്റുന്നില്ല. പല രാഷ്ട്രങ്ങളും ഇപ്പൊ ആയുധം വിൽക്കാനായിട്ട് ഇന്ത്യ അടക്കം മുന്നോട്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇങ്ങനെ പല രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ആയുധങ്ങൾ അത്രയും വിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നിലനിൽക്കാൻ പറ്റുന്ന മറ്റൊരു സാധനം എണ്ണയാണ്. എണ്ണ അവർക്ക് കുറച്ചുണ്ട്, അതുകൊണ്ട് മാത്രം പോരാ. വെനിസ്വേലയെ പിടിച്ചു, അടുത്ത് ഇനി ഇറാനെയും കൂടെ ഒരു പാവ സർക്കാരിനെ പണ്ട് 2ാം ലോകയുദ്ധ കാലത്ത് എങ്ങനെ കഴിഞ്ഞപ്പോൾ എങ്ങനെ ആ ഭരണകൂടത്തിനെ അവിടെ പാവ സർക്കാർ പോലെ വെച്ചിട്ട് എങ്ങനെ അവര് എണ്ണ അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക പണക്കാരായോ, അതേ മെത്തേഡാണ് ഇപ്പൊ അവർ ആലോചിക്കുന്നത്. അതിന്റെ അണവായുധവും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള ചില കഥകൾ മാത്രമാണ്. തീവ്രവാദം അതിന്റെ പിന്നിലുള്ള കഥകൾ മാത്രമാണ്. അമേരിക്ക ഇത്ര പാടുപെട്ട് ഇത്ര അധികം പണം ചെലവഴിച്ച് യുദ്ധം നടത്തുന്നത് നമ്മള് 10 ഇറക്കിയാൽ 100 പിടിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതില്ലെങ്കിൽ ഇതിനു മുമ്പേ അവർ യുദ്ധം അവസാനിപ്പിക്കുന്നത്. കാരണം വലിയ എക്സ്പെൻസ് അല്ലേ വരുന്നത്. എബ്രഹാം ലിങ്കൻ പോലുള്ള വലിയ കൂറ്റൻ 5ാം കപ്പൽ പടയൊക്കെ അവിടെ ഇറക്കി 5 ഐലൻഡ് വന്ന് നിൽക്കുന്നതിന് തുല്യമാണ്.
അതെ. 5 ഐലൻഡിനെ കടലിലെ ഗൾഫ് കടൽ തീരത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഇറാനുമായിട്ട് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ പ്രവർത്തികൾ. അതുപോലെ തന്നെ ഓരോ ദിവസവും വർഷിക്കുന്ന ഓരോ മിസൈലും വലിയ സാമ്പത്തിക ബാധ്യതകളാണ്. അമേരിക്കയ്ക്ക് ഒരു മാസത്തിൽ കൂടുതലൊന്നും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഇറാൻ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം അത് വരിക എളുപ്പമല്ല. കാരണം 6 ലക്ഷത്തോളം സൈനികരുണ്ട്, 4 ലക്ഷത്തോളം പാരാമിലിറ്ററി ഉണ്ട്, ഒരു 10 ലക്ഷത്തോളം വരുന്ന സൈനികർ അവിടെ കിടക്കുമ്പോൾ അവരെ മുഴുവൻ, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ 60% വരുന്ന മലനിരകളിലും ഗുഹയ്ക്കകത്തൊക്കെ ഇവർ കയറി പിന്നെ ഒളിപ്പോയ യുദ്ധങ്ങളും പിന്നെ തീവ്രവാദ ശൈലിയിലുള്ള യുദ്ധങ്ങളും ഒക്കെ ആയിരിക്കും ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത് അധികം നാള് നീണ്ടുപോകാതിരിക്കാൻ അമേരിക്കക്ക് താല്പര്യം കാണും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇപ്പൊ തന്നെ യൂറോപ്പിന് വലിയ താല്പര്യമുണ്ട്. പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്നും ഇത് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്കയുമായി പറഞ്ഞ് ആക്രമിക്കാവുന്നവർ പല പ്രാവശ്യം ഇവയും എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണ്ടാൻ വയ്ക്കുന്നതുകൊണ്ടാണ്. അവർക്കറിയാം ഇവരും കൂടെ അടിച്ചാൽ പിന്നെ ഇത് തീരാത്തൊരവസ്ഥയില്ല. അതിന് മുമ്പേ ഒരു അപായത്തിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടക്കിൽ ലോകത്തിന്റെ എണ്ണയുടെ 20% അവിടെ നിന്ന് പറ്റും. 5 ദിവസം ഹോർമൂസ് കടലിടക്ക് വഴി യാത്ര സുഗമമായില്ലെങ്കിൽ, എണ്ണ വിതരണം നടന്നില്ലെങ്കിൽ 5 ദിവസം കൂടുമ്പം 100% ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഓരോ 5 ദിവസവും 100% ഫുൾ സ്റ്റോപ്പ് ആയാൽ 30 ദിവസമാകുമ്പോൾ എത്രയായി? 6 പ്രാവശ്യം ലോകത്തിന് മുഴുവൻ വിതരണം ചെയ്യാനുള്ള എണ്ണ അവിടെ സ്റ്റക്കാകുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പലരുടെയും സ്റ്റോക്ക് തീരും. ഇന്ത്യയുടെ സ്റ്റോക്ക് തീരും, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സ്റ്റോക്ക് തീരും. ഇതൊക്കെ ചൈന അതിനേക്കാൾ വലിയ പ്രശ്നം. അതാണ് ചൈന കൂടുതലായിട്ട് കൊടുക്കുന്നത്. ചൈനയുടെ എണ്ണയുടെ ഏതാണ്ട് 80% ഇറാനിൽ നിന്ന് വരും. അവർക്ക് വേറെ അധികമൊന്നുമില്ല. ഇപ്പൊ അവര് ചിലപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുമായിരിക്കും. അവരുടെ ബോർഡറിൽ കൂടെ അവർക്ക് റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ അവരുടെ മെയിൻ സോഴ്സ് ഇറാനാണ്. ഇറാന്റെ എണ്ണ സാധ്യത അവസാനിച്ചാൽ അത് ചൈനയ്ക്ക് വലിയതായിട്ട് ബാധിക്കും. ലോകം മൊത്തം ഒരു മാസം കഴിഞ്ഞാൽ ലോകം മൊത്തം യുദ്ധത്തിന്റെ കെടുതി. ഒരു മാസത്തിൽ കൂടുതൽ യുദ്ധത്തിന് ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും, ദുഷ്കരമായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ട് വരും. എല്ലാവരും ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആലോചിക്കും. അതുപോലെ നാട്ടു രാഷ്ട്രങ്ങളും എല്ലാം അത് ആലോചിക്കും. സമവായം ഉണ്ടാവും, അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഇറാൻ ഉണ്ടായി അവിടെ ഒരു പാവ സർക്കാരിനെ നിലനിർത്താനായിട്ട് അത് വളരെ ദുഷ്കരമാണ്. ഞാൻ പറഞ്ഞില്ല, സേന അവിടെ കിടക്കുന്നുണ്ട്. ആ സേനയെ കീഴടക്കാതെ അവരുടെ രാജ്യത്തെ കീഴടക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ട്രംപിന്റെ വരുതിയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇറാൻ ഈ ഒരു പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കുമോ എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നിലവിൽ നമ്മുടെ രാജ്യത്തിനടക്കം ഒരു പ്രതിസന്ധി ഇല്ല എന്നുണ്ടെങ്കിലും തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ മേഖലയിലടക്കം പല പ്രതിസന്ധികളും അവർക്കും നേരിടേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കട്ടെ, അതിനുള്ളൊരു കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.